മുബഷീർ അക്ബർ ലീഗിന്റെ ഏറ്റവും നിർണായകമായ നിലപാട് അത് പ്രധാനമാണ്. മുബഷീർ ലീഗ് എന്ത് നിലപാടെടുക്കുന്നു എന്നത് വളരെ പ്രധാനമാണ്. ലീഗിനെ ഇതിലേക്ക് വലിച്ചിഴച്ചാൽ ഒരിക്കലും പരസ്യമായ ഒരു പ്രതികരണം ലീഗ് നടത്താറില്ല. ഇപ്പോൾ കോൺഗ്രസിന് അകത്ത് നടക്കുന്ന ചർച്ചകൾ പക്ഷേ അത് പുറത്തേക്ക് വരുന്നു. പലരായി ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇടുന്നു. ഇതിപ്പോൾ സമൂഹ മാധ്യമത്തിൽ അണികൾ ആവശ്യപ്പെടുന്ന വിഷയം മാത്രമല്ലല്ലോ. AP അനിൽകുമാർ കഴിഞ്ഞ ദിവസം തങ്ങളെ കാണാൻ എത്തിയതും വലിയ ചർച്ചകൾക്കിടയാക്കി. അതൊന്നും സംബന്ധിച്ച് ലീഗ് പുറത്തേക്ക് ഒന്നും പറഞ്ഞിട്ടില്ല. എന്താണ് ലീഗ് എടുക്കുന്ന നിലപാട് മുബഷീർ? കോൺഗ്രസിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി പദവിയിലേക്ക് നേതാക്കളുടെ പല പേരുകൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ മുസ്ലിം ലീഗ് ആരെ പിന്തുണക്കുമെന്നുള്ളൊരു നിലപാട് അത് പരസ്യമാക്കാൻ നിലവിലെ സാഹചര്യത്തിൽ ലീഗ് തീരുമാനിച്ചിട്ടില്ല. ലീഗ് ആരെ പിന്തുണക്കുന്ന കാര്യത്തിലും തീരുമാനമെടുത്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലീഗ് വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം KC വേണുഗോപാലിന്റെ വിശ്വസ്തനും KPCC വർക്കിംഗ് പ്രസിഡന്റുമായിട്ടുള്ള AP അനിൽകുമാർ അപ്രതീക്ഷിതമായിട്ടുള്ള സന്ദർശനം പാണക്കാട് നടത്തുന്നു. സാദിഖ് അലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു. സൗഹൃദ സന്ദർശനം എന്നതിനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും സ്വാഭാവികമായിട്ടും കേസിക്ക് വേണ്ടിയുള്ള ഒരു കൂടിക്കാഴ്ച എന്നതിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നു. ഒരു ഭാഗത്ത് K സുധാകരൻ ഉൾപ്പെടെ KC വേണുഗോപാലിന് വേണ്ടി വാദിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് AP അനിൽകുമാറിന് ഒരു കൂടിക്കാഴ്ചയുടെ പ്രസക്തി വർദ്ധിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കൾക്ക് വേണ്ടി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പറയപ്പെടുന്ന പേരുകളുള്ള നേതാക്കളുടെ വിശ്വസ്തരൊക്കെ തന്നെ പാണക്കാട്ടേക്ക് എത്തുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ VD സതീശനുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്. ആ 3 പേരുകളുടെ പ്രധാനപ്പെട്ട നേതാക്കളുടെ വിശ്വസ്തർ വീണ്ടും പാണക്കാട്ടെത്തി ലീഗിനെ ചേർത്ത് നിർത്താനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അവരുടെ നിലപാട് നേരിട്ട് ഹൈക്കമാൻഡിനെ അറിയിക്കാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. പരസ്യ പ്രസ്താവനകളുടെ പരസ്യ പ്രതികരണങ്ങളുടെ മുന്നണിയിൽ ഒരു പ്രശ്നമുണ്ടാക്കാൻ മുസ്ലിം ലീഗ് വിചാരിച്ചിട്ടില്ല. അവരെ സംബന്ധിച്ച് ഇനി ഉണ്ടാകുന്ന ചർച്ചകൾ ഏത് വിധത്തിൽ രൂപപ്പെടുന്നു അതിനനുസരിച്ച് തീരുമാനമെടുക്കാമെന്നുള്ളതാണ് ലീഗ് തീരുമാനിച്ചിരിക്കുന്നത്. അവരെ ഏത് രീതിയിൽ പരിഗണിക്കും, അതായത് ഈ പറയപ്പെടുന്ന മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്ന നേതാക്കൾ മുസ്ലിം ലീഗിനെ ഏത് രീതിയിൽ പരിഗണിക്കും അതിനനുസരിച്ച് നേതാക്കളെ പിന്തുണക്കുന്ന കാര്യത്തിൽ നിലപാടെടുക്കും എന്നുള്ളതാണ് ലീഗ് തീരുമാനിച്ചിരിക്കുന്നത്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ തീരുമാനം തന്നെയായിരിക്കും ഇക്കാര്യത്തിൽ ഏറ്റവും അന്തിമമായിട്ട് വരിക. മുസ്ലിം ലീഗിന് നൽകുന്ന മന്ത്രിസ്ഥാനങ്ങൾ, അവർക്ക് ലഭിക്കുന്ന ബാക്കിയുള്ള ക്യാബിനറ്റ് പദവികൾ, ബോർഡുകൾ ഉൾപ്പെടെ അത് ആരായിരിക്കും കൂടുതലായിട്ട് കൊടുക്കുക എന്നുൾപ്പെടെ പരിഗണിച്ച് തന്നെയായിരിക്കും മുസ്ലിം ലീഗ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുഞ്ഞാലിക്കുട്ടി കഴിഞ്ഞ ദിവസം പറഞ്ഞ പ്രതികരണം നമുക്ക് മുൻപിലുണ്ട്. ഭൂരിപക്ഷമുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയെ UDF തീരുമാനിക്കും, കോൺഗ്രസ് തീരുമാനിക്കും. ഒരു തരത്തിലുള്ള തർക്കവും നിലനിൽക്കുന്നില്ല. മാധ്യമങ്ങളാണ് ഇപ്പോഴത്തെ ഈ ഒരു ചർച്ചകളൊക്കെ തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. രാജ്യം ഉറ്റുനോക്കിയ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് കേരളത്തിൽ നടന്നിട്ടുള്ളത്. വലിയ ഭൂരിപക്ഷത്തിൽ UDF അധികാരത്തിൽ വരും. ഒരു മുഖ്യമന്ത്രിയെ ഹൈക്കമാൻഡ് 10 വർഷത്തിന് ശേഷം അധികാരം കിട്ടുകയാണെങ്കിൽ 10 വർഷത്തിന് ശേഷം അത് കിട്ടുന്ന സാഹചര്യമാണ്. അത് മോശമാക്കരുത് എന്ന നിലപാടാണ് ഇപ്പോൾ ലീഗിനുള്ളത്. കോൺഗ്രസിന്റെ നേതാക്കളുടെ ഏറ്റവും പുതിയ പ്രതികരണങ്ങളും വിശകലനവുമാണ് ഇതുവരെ നടത്തിയത്.